Our Lord and Savior Jesus Christ. It is my great privilege to be here in this assembly. So it is my first time, so let me introduce briefly about me. I have only 20 minutes to share testimony as well as gospel. My name is Simon, but officially my name is Nasim. And I have father, mother, 5 sisters. I am one brother. Rebecca is my elder sister. She is here. And I accepted Lord Jesus Christ 9/6/2013. And I took baptism 1/3/2014. March 1. I came Kerala 2016 to study the Word of God. I spent 3 years to study in Thrissur Havoc College. Now I'm in Maharashtra. I'm doing ministry over there and in a school scholarship. Please pray for the ministry which is going on in Maharashtra. Okay, let us look to the picture. Let's start with me, book of Luke, chapter 7. Verses 1 to 10, if anyone can read speedily. Luke chapter 7, verses 1 to 10. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ജീവൻ പിടിക്കാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്നു തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിക്കുവാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും നിർമ്മിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട് കൂടെ പോയി വീട്ടിലോട്ട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു, കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പരിചയത്തിൽ വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാധ്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവരോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് അറിയിച്ചു. യേശു അത് കേട്ടിട്ട് അവരെങ്കിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന മുഖത്തോട്, ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. Thank you, brother. We are going to see the message from this passage. And see, one believer, 3 things he has to do. He has to listen the word of God. After listening, he has to practice. Then after, he has to say to others. He has to share to others. And listening and not practicing and sharing, that is wrong. And see this Luke, we have 4 gospels in the Bible. Matthew, Mark, Luke, John. Matthew is telling about Jesus Christ. Jesus is King of Jews. And Mark is telling that Jesus is servant.
ഒരു ദാസനാണ് കർത്താവ് എന്ന് മർക്കോസ് പറയുന്നു. And this Luke is telling Jesus is perfect man. കർത്താവാണ് ഒരു പൂർണ്ണ മനുഷ്യനെന്ന് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നു. And John is telling Jesus is son of God. കർത്താവ് ദൈവപുത്രനാണെന്ന് യോഹന്നാൻ പറയുന്നു. Let us come to our passage, Luke chapter 7. നമ്മൾ വേദഭാഗത്തേക്ക് മടങ്ങി വരാം. ലൂക്കോസ് 7. Here is we can find one parable has given this chapter 7 1 to 10. ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചില ഒരു ഉപമ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. Let me say a parable which is given in this text. ആ വ്യക്തിയുടെ കുറിച്ചുള്ള ഉപമ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. And see after we are going to look in that message. അതിനുശേഷം അതിനുള്ള സന്ദേശവും പങ്കുവെക്കും. And see this parable, if we not understand this parable, then it is difficult to understand the message which is going to look. ഇതിനകത്ത് ഉപമ മനസ്സിലായതിനു ശേഷം മാത്രമേ അതിലൂടെയുള്ള സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയൂ. So that most important this parable please ആദ്യം ഇതിന്റെ ആ ഉപമ നമുക്ക് ചിന്തിക്കാം and understand. അതൊന്ന് മനസ്സിലാക്കാം. There was a man centurion in Capernaum. കഫർനഹൂമിൽ ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. In centurion in Hindi we can tell Subedar. ഹിന്ദിയില് സുബൈദാർ എന്നാണ് ഈ ശതാധിപൻ പറയുന്നത്. And Odia we can tell Soto Senapu. ഒരേയിൽ അങ്ങനെ പറയാം. See centurion, see you can tell that to whom we can tell a centurion. Under him 100 soldiers will be there. To him we can tell centurion. ഈ ശതാധിപൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് കീഴിൽ 100 പടയാളികൾക്കാണ്. അങ്ങനെയുള്ളവരാണ് ശതാധിപൻ എന്ന് പറയുന്നത്. Nowadays we can call commander. അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെയാണ് കമാൻഡർ എന്ന് പറയുന്നത്. Centurion he is a rich person. അദ്ദേഹം തീർച്ചയായും ധനികനായിരിക്കും. And he had everything. തനിക്ക് എല്ലാ സൗകര്യങ്ങളും കാണും. But he had one servant. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ അടുത്ത ഒരു ദാസനുണ്ടായിരുന്നു. That servant he was sick. ആ ദാസൻ വളരെ രോഗിയായിട്ട് കിടക്കുന്നു. And that his servant he was about to die. മാത്രവുമല്ല മരണത്തോട് അടുത്തിരിക്കുന്ന ഒരു ദാസൻ. So this centurion he was so much worried about his servant. ഇത്രയും ആളുകളൊക്കെ ഉണ്ടായിട്ടും ഈ കേവലം ദാസനെ ഓർത്ത് ഈ ശതാധിപൻ വളരെ ഭാരപ്പെട്ടു. Centurion was thinking about his servant. Oh, my servant will die now. He was thinking so much. തന്റെ ദാസന്റെ ആ ദാരുണ അവസ്ഥയെ ഓർത്ത് അദ്ദേഹം വളരെ വേവലാതിപ്പെട്ടു. He might have taken hospital. വേണമെങ്കിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. He might have spent money for servant. വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ധാരാളം പണം ചെലവഴിക്കാം. At that time Jesus came in that city Capernaum. എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കർത്താവ് കഫർനഹൂമിലേക്ക് കടന്നു വരുന്നത്. When Jesus came, the centurion he became happy. കർത്താവ് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ശതാധിപൻ വളരെ സന്തോഷവാനായിരുന്നു. He happy that now Jesus will come to my house and he will heal my servant. എന്റെ ദാസന്റെ അടുക്കലേക്ക് കർത്താവ് വന്ന് എന്റെ ദാസന് സൗഖ്യമാക്കുമെന്ന് ഈ ശതാധിപൻ ചിന്തിച്ചു. So that centurion sent Jewish people to Jesus Christ to call him. അവിടെയുള്ള യഹൂദന്മാരെ ശുപാർശയുമായി കർത്താവിന്റെ അടുക്കലേക്ക് അയച്ചു. Then that Jewish people went to Jesus and told, Lord, please come to our master. He is worthy to receive you. യഹൂദന്മാരുടെ അടുക്കൽ ചെന്ന് യഹൂദന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഈ ഞങ്ങളുടെ യജമാന്റെ അടുത്തേക്ക് താങ്കൾ ഒന്ന് വരണം കർത്താവേ എന്ന് പറഞ്ഞു. His servant is not will come and heal him. ആ ദാസൻ സുഖമില്ലാതിരിക്കുന്നു, ദയവായി വന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. Jesus said, okay, I'm ready. Then he started to journey to go centurion house. കർത്താവ് പൂർണ്ണ മനസ്സോടെ ഈ ശതാധിപന്റെ ഭവനത്തിലേക്ക് യാത്ര തിരിച്ചു. And Jesus he was near to centurion house. തന്റെ ഭവനത്തോട് കർത്താവ് അടുത്തപ്പോൾ Centurion heard that Jesus came near to my house. ഈ ശതാധിപൻ കേട്ടു കർത്താവ് തന്റെ വീടിനോട് അടുത്തു വരുന്നു. And again centurion sent to his friend to Jesus Christ. അപ്പോൾ ഈ ശതാധിപൻ തന്റെ കൂട്ടുകാരെ യേശുവിന്റെ അടുത്തേക്ക് വിടുകയാണ്. The centurion told to his friend, go and get to Jesus Christ. He is not need to come to my house. ഈ ശതാധിപൻ തന്റെ ദൂതനോട് പറഞ്ഞു വിടുകയാണ്,
യേശുവിനോട് പറ, വീട്ടിലേക്ക് വരാൻ അത്രയും കഷ്ടപ്പെടണ്ട, Let him not struggle. അത്രയ്ക്ക് കഷ്ടപ്പാട് അങ്ങ് എടുക്കണ്ട. I'm not worthy that Jesus will come under my roof. അങ്ങ് എന്റെ ഭവനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ അയോഗ്യനാണ് എന്ന് ഈ സഹോദരൻ പറയും. Let him stay there and tell only one word, my servant will heal. അങ്ങ് അവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ എന്റെ ദാസൻ സൗഖ്യം വരുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. That's his friends, they went and told, and by hearing Jesus Christ, Jesus is surprised by his faith, by hearing his infant faith. ഈ വാക്കുകളും ഈ മനോഭാവവും കണ്ട് കർത്താവ് ഒരു അതിശയിച്ചു നമുക്ക് കാണാനായിട്ട് സാധിക്കും. And finally the servant was healed. മാത്രവുമല്ല തന്റെ ദാസന് അവിടെ വെച്ച് എന്റെ സൗഖ്യം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. This is the parable that we can see this Luke chapter 7. ഇതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഉപമ. Now, did you understand the parable which I told now? ഇത് നമുക്ക് മനസ്സിലായല്ലോ, ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Sorry, the incident which has happened, really happened in the gospel. ഒരു സംഭവമാണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. And see, we can see here some character of centurion. ഈ ശതാധിപന്റെ ചില സ്വഭാവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. And see, he was a loving person. അദ്ദേഹം സ്നേഹമുള്ള വ്യക്തിയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. See, how can we understand centurion was a loving person? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ശതാധിപൻ സ്നേഹമുള്ള വ്യക്തിയാണെന്ന്? We'll read verse number 2 one more time. ഒരിക്കൽ കൂടി രണ്ടാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു. See, you can see when his servant was sick, തന്റെ ദാസൻ രോഗിയായി തീർന്നപ്പോൾ the centurion was thinking about his servant. ഈ ധനവാനായ ഈ ശതാധിപൻ തന്റെ ദാസനെ കുറിച്ച് വേവലാതിപ്പെട്ടു. He was so much worried about his servant. തന്റെ ദാസനെ കുറിച്ച് ഒരുപാട് വേവലാതിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. Through that we can understand he was a loving person. അതിനോട് തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇദ്ദേഹം എത്ര സ്നേഹമുള്ള വ്യക്തിയാണ്. Verse number 5 also we can see Jewish people told he loves our nation. മാത്രമല്ല അഞ്ചാം വാക്യത്തിലും ഈ ശതാധിപനെ കുറിച്ച് പറയുന്നത് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് നാലിന്റെ അവസരം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. You see, we can understand. See, how can one person understand I'm loving? I'm giving example. I'm loving to just. I'm telling to Joshua. I'm loving to Joshua. Example I'm giving. ഞാൻ ഇപ്പൊ യോശുവയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റുക? How can Joshua brother will understand? Simon brother is loving me. എങ്ങനെ യോശുവയ്ക്ക് മനസ്സിലാകും സൈമൺ സഹോദരൻ യോശുവയെ സ്നേഹിക്കുന്നുള്ളത്? How can we understand? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? See, if I help him, ഞാൻ എന്തെങ്കിലും ഉപകാരം യോശുവയ്ക്ക് ചെയ്താൽ, if I talk to him, ഞാൻ കൂടുതൽ സമയം അദ്ദേഹത്തോട് if he സംസാരിച്ചാൽ, will be in danger time, I'll be help him. ആവശ്യമുള്ള സമയത്ത് ഞാൻ സഹായവുമായി ഓടി എത്തിയാൽ, And whatever he need, I will give. പ്രിയപ്പെട്ടവർ ആവശ്യമുള്ളതൊക്കെ ഞാൻ കൊടുക്കുവാൻ തുടങ്ങിയാൽ, If I will be with him, കൂടുതൽ സമയം അദ്ദേഹത്തോട് ചിലവഴിച്ചാൽ, definitely he Joshua will understand. No, Simon brother is loving me. അങ്ങനെ വരുമ്പോൾ ഉടനെ യോശുവയ്ക്ക് മനസ്സിലാകും സഹോദരൻ സൈമൺ എന്നെ സ്നേഹിക്കുന്നുണ്ട്. He will think, no, brother is doing this all things really is loving me. ഇത് എന്തുകൊണ്ടായിരിക്കും ഈ സഹോദരൻ ഇതെല്ലാം ചെയ്യുന്നത്? അപ്പോൾ ദിവസം പറയും See, how can we understand love? എങ്ങനെയാണ് മറ്റൊരാളുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? By giving, by sharing, by helping, this all things that love will come out. കൊടുക്കലും പങ്കുവെക്കലും സഹായവും അതൊക്കെ സ്നേഹത്തിന്റെ പല പ്രകടനങ്ങളും. And see, God is loving us. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. How can we understand that? അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? Because he sent Jesus Christ into this world. കർത്താവായ യേശുവിനെ താൻ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ ദൈവസ്നേഹത്തിന്റെ പ്രകടനം. So that we understood God is loving us. അതിലൂടെ നമുക്കറിയാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. How can we understand Jesus is loving us? എങ്ങനെയാണ് യേശു എന്നെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്? Because Jesus gave his life so that we understood Jesus is loving us. കർത്താവ് തന്റെ ജീവനെ എനിക്ക് വേണ്ടി തന്നതിനോട് തെളിയിച്ചു കർത്താവിനെ സ്നേഹിക്കുന്നു. We can see in the Bible this 1 John 4:7. If you read, love one another. യോഹന്നാന്റെ 1 ലേഖനം 4:7 പറയുന്നുണ്ട്
നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. And see, if believers will love one another, ദൈവമക്കൾ പരസ്പരം സ്നേഹിച്ചാൽ we will proclaim Jesus Christ before people. മറ്റുള്ളവരുടെ മുമ്പിലും കർത്താവിന്റെ സാക്ഷികളായി നമ്മൾ ജീവിക്കും. We will proclaim before people God's existence. ദൈവത്തിന്റെ ആ സാന്നിധ്യം വ്യക്തമായി മറ്റുള്ളവർ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സ്നേഹമാണ്. We will proclaim Bible is there, Bible is true before people. ഈ വചനം സത്യമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കുന്നത് നമ്മുടെ സ്നേഹം മൂലമാണ്. And do you know the love is how much big? സ്നേഹത്തിന്റെ മൂല്യം എത്ര ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? Love will cover multitudes. സ്നേഹം സകല അതിക്രമങ്ങളെയും മറയ്ക്കുന്നു, ലംഘനങ്ങളെയും മറയ്ക്കുന്നു. That is 1 Peter chapter 4 verse 8. You can find out. 1 Petrus 4:8 നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. So the first thing is that we have love one another. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ സ്നേഹമുള്ളവരായിരുന്നു. We should have the character of love. സ്നേഹം എന്നൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടായിരുന്നു. See, centurion, he was a Gentile. ഒരു അന്യജാതിക്കാരനായിരുന്നിട്ടും ഈ ശതാധിപൻ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. He was a loving person. അദ്ദേഹം സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. Okay, second point, I'm going very straight. രണ്ടാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ആശയം, He was a generous giver. അത് അദ്ദേഹം ധാരാളമായി കൊടുക്കുന്ന വ്യക്തിയാണ്. He was centurion, he was a generous giver. ശതാധിപനായിരുന്ന അദ്ദേഹം ധാരാളമായി ചെലവഴിക്കുന്ന വ്യക്തിയാണ്. How can we understand that he was a generous giver? എങ്ങനെയാണ് അദ്ദേഹം ഔദാര്യം ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We'll read our passage 5, verse number 5. Please can we read one more? 5ാം വാക്യം ഒരിക്കൽ കൂടി നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പള്ളി തീർപ്പിച്ചു തന്നിരിക്കുന്നു. Here we see Jewish people is telling that see, centurion has built synagogue for Jewish people. ഞങ്ങൾക്ക് വേണ്ടി ഒരു ആരാധനാലയം ഈ ശതാധിപൻ പണിതു തന്നു എന്ന് ഇദ്ദേഹം ഇവിടെ പറയുന്നു. So in our days, church hall. ഇപ്പോഴത്തെ കാലത്താണ് നമുക്ക് വേണ്ടി ഒരു സഭാഹാള് പണിതു എന്ന് വേണ്ടി പറയാം. See, whatever in the church necessary was given. പക്ഷേ ഒരു സഭ പണിത് അതിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ശതാധിപൻ ചെയ്തു വെച്ചതാണ്. See, it is believers to have as a giving. You can see Bible verse, Luke chapter 6 verse 38. ലൂക്കോസ് സുവിശേഷം 6:38 കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. And see, God has given knowledge, wisdom to us. God has given knowledge, wisdom to us. ദൈവം നമുക്ക് വേണ്ട കൊടുക്കാനുള്ള പരിജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട്. We have to know spending money and we have to know the keeping saved money. നമുക്കറിയാം പണം ഏതെല്ലാം കാര്യത്തിന് വേണ്ടി ചെലവഴിക്കണം, പണം ഏതെല്ലാം രീതിയിൽ നിക്ഷേപിക്കണമെന്ന് നമുക്കറിയാം. He was a generous giver. നല്ലതായിട്ട് ഔദാര്യമായി കൊടുക്കുന്ന വ്യക്തിയായിരുന്നു ശതാധിപൻ. See, you can see the Bible, keep, it will give it to you. കൊടുപ്പിന് എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. And see, Luke chapter 6 verse 38, if you read just can first part, can you read in one? ലൂക്കോസ് 6:38. Okay, see from this Bible verse we can find out about giving. ഇവിടെ വ്യക്തമായി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. See, there is a widow in Odisha. There was a widow without husband. ഒരു വിധവയായ സഹോദരി ഉണ്ടായിരുന്നു. So one day she was suffering for money. ഒരു ദിവസം വളരെ സാമ്പത്തിക ബാധ്യതയോടെ സഹോദരി കടന്നുപോയി. She was struggling for money. പണത്തിന് വേണ്ടി വളരെയധികം സഹോദരി കഷ്ടപ്പെട്ടു. Then this pastor came to know about her. അവരുടെ ദൈവദാസനെ സഹോദരിയെ കുറിച്ച് അറിഞ്ഞു. And this pastor went to her and gave 3,000 rupees. ആ സഹോദരി അടുക്കൽ പോയിട്ട് 3,000 രൂപ പാസ്റ്റർ ആ സഹോദരിക്ക് കൊടുത്തു. And he came back to his home. തന്റെ ഭവനത്തിലേക്ക് പാസ്റ്റർ മടങ്ങി വന്നു, ദേവദാസൻ മടങ്ങി വന്നു. Then after 7,000 came in his account after 5 minutes. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സഹോദരന്റെ അക്കൗണ്ടിലേക്ക് 7,000 രൂപ കടന്നു. The pastor, he was surprised. ഈ ദേവദാസൻ വളരെ അതിശയിച്ചു. Who sent this one? How it came? I don't know. He doesn't know. ആ ദേവദാസൻ അറിയില്ല എങ്ങനെ എന്റെ അക്കൗണ്ടിലേക്ക് 7,000 രൂപ ആരാണ് അയച്ചത്, അദ്ദേഹത്തിന് അറിയില്ല. And see, you can read 1 Timothy chapter 6:7 to 19 also. You can note down, note and to read. 1 തിമോഥെയോസ്
ആറിന്റെ 17 തുടങ്ങി 19 വരെ സമയമില്ല നോക്കിയാൽ. And 2 Corinthians 9, 16 to 15 you can read. 2 കൊരിന്ത്യർ 9ന്റെ 6 to 15. 6 to 15. 6 തുടങ്ങി 15 വരെ നമ്മൾ വായിക്കുമ്പോഴും. And now we are going to see the third point. അപ്പൊ അവിടെയൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ ആശയത്തിലേക്ക് വരാം. Time is running fast, so I am also running fast. സമയം വേഗത്തിൽ പോകുന്നു, ഞാനും ഓടുന്നു. Okay, the third point is that മൂന്നാമത്തെ ആശയം, he was a humble person. താൻ വിനയമുള്ള എളിമയുള്ള വ്യക്തിയാണ്. Centurion was a humble person. അദ്ദേഹം വളരെ എളിമയുള്ള ഒരു വ്യക്തിയാണ്. How can we understand he was a humble? അദ്ദേഹം അത്ര വിനയമുള്ളവരാണെന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നത്? We have to go back to the incident which we saw that. അവിടെ കാണുന്ന സംഭവത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. See, when Jewish people told he is worthy, യഹൂദന്മാർ പറയുവാണ് അദ്ദേഹം ഇങ്ങനെ ഈ കർത്താവിന്റെ സഹായം ലഭിക്കാൻ യോഗ്യനാണെന്ന് പറയുമ്പോൾ, see his friend while calling, Centurion told Jesus, "You don't come to my house. I am not worthy." He is telling that. ഈ ശതാധിപൻ പറയുക ഞാൻ യോഗ്യനാണ്. മറ്റുള്ളവർക്ക് യോഗ്യനാണെന്ന് പറയുമ്പോഴും ശതാധിപൻ പറയുക ഞാൻ യോഗ്യനാണ്. Please can you read verse number 6, please? 7 verse number 6. 6-ാം വാക്യം നമ്മൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. യേശു അവരോട് കൂടെ പോയി വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവനെ അടുക്കൽ അയച്ചു, കർത്താവെ പ്രയാസപ്പെടേണ്ട, നീ എന്റെ പടിക്കകത്ത് വരുവാൻ ഞാൻ സദാചാരം. Here is that Centurion is telling to Jesus, Lord, you don't trouble yourself. ശതാധിപൻ കർത്താവിനോട് പറയുക, കർത്താവേ അങ്ങ് കഷ്ടപ്പെടണം. You will come under my roof. I am not worthy. അങ്ങ് ഈ പുരക്കകത്തേക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ യോഗ്യതയുള്ളവനല്ല. Now we understand he was a humble person. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ ശതാധിപൻ എത്ര വിനയമുള്ള വ്യക്തിയാണ്. He was a rich person. താൻ സ്വാഭാവികമായി ധനവാനാണ്. And he had a servant. തനിക്ക് ദാസന്മാരുണ്ട്. He had soldier. പട്ടാളക്കാർ കൂടെ ഉണ്ട്. He himself telling, if I tell one person go, he will go. If I tell one person come, he will come. Like this power he had. തന്റെ ആജ്ഞ അനുസരിച്ച് വരുകയും പോവുകയും ഒക്കെ ചെയ്യുന്ന ദാസന്മാർ തന്നെ കൂടെ ഉണ്ട്. But you can see his life, humbleness. എന്നാൽ ഇത്രയും ഉണ്ടായിട്ടും എത്ര വിനയത്തോടെയാണ് അദ്ദേഹം പെരുമാറുന്നത്. See, every believer should have humbleness. എല്ലാ ദൈവമക്കളും ഉണ്ടായിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ വിനയം. God hate pride, but he loves me. കർത്താവ് അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്ന താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നതിന് വേണ്ടി God will look from far the proud people. യഹോവ അഹങ്കാരികളെ ദൂരത്ത് നിന്ന് അറിയുന്നതിന് വേണ്ടി വായിക്കുന്നു. See, you can see Bible Old Testament King Uzziah. ഉസ്സിയ രാജാവിന്റെ ആ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കാണാം. He was such a mighty man. നല്ല ശക്തനായ വ്യക്തിയായിരുന്നു ഉസ്സിയാവ്. See, when he was 16 years, he became king of Judah. 16-ാം വയസ്സിലെ യഹൂദന്മാരുടെ രാജാവായി അദ്ദേഹം മാറി. And 52 years he ruled in Jerusalem. യെരൂശലേമിൽ 52 വർഷം അദ്ദേഹം രാജാവായി. God helped him to fight against Philistine and victory over them. ഫെലിസ്ത്യരോട് പോരാടുവാനും അവരുടെ മേൽ വിജയം നേടുവാനും ഉസ്സിയാവിന് സാധിച്ചു. And he built a big tower. He dug the well. വലിയ വലിയ ഗോപുരങ്ങളും കിണറുകളും അദ്ദേഹം പണി കഴിപ്പിച്ചു. You can read 2 Chronicles 26. Whole chapter, if you read, you can understand about it. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തില് ഈ ഉസ്സിയ രാജാവിന്റെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായി കാണാം. And see, when he was a big, mighty man, താൻ ബലവാനായി തീർന്നപ്പോൾ see, the Lord helped him താൻ many ways. പല രീതിയിൽ ദൈവം ഈ ഉസ്സിയാവിനെ സഹായിച്ചു. People were also loving him. ജനങ്ങളും ഉസ്സിയാവിനെ സ്നേഹിച്ചു. But one thing he did that, എന്നാൽ ഒരു കാര്യം അദ്ദേഹത്തിന് സംഭവിച്ചത്, when he was so much big that in heart got proudness. താൻ ബലവാനായി തീർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം നിഗളം കൊണ്ട് നിറഞ്ഞു കാണാൻ. And he started to go inside the temple of God.
ദൈവാലയത്തിലേക്ക് ധൈര്യത്തോടെ അദ്ദേഹം കടന്നുപോയി. which he not supposed to go to the temple of God to burn incense. യാഗം അർപ്പിക്കുവാൻ ദൈവാലയത്തിൽ പോകാൻ അദ്ദേഹത്തിന് അർഹത ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടേക്ക് അദ്ദേഹം കടന്നുപോയി. Priest Azariah came and told, he is not supposed to go to the temple. അസരിയ പുരോഹിതൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, നിനക്ക് ഇത് യോഗ്യമല്ല എന്ന് പറഞ്ഞു. Those who are consecrated, they only need to go to the temple. അതിന് ശുശ്രൂഷയ്ക്ക് ചുമതലപ്പെട്ടവരെ അതിന് അവിടെ പോകാവുള്ളൂ എന്ന് ഈ പുരോഹിതൻ പറഞ്ഞു. 18 visitors came and told, son, please don't go to the temple. ഏകദേശം 18ഓളം പുരോഹിതന്മാർ വന്നിട്ട് ഈ രാജാവിനോട് പറഞ്ഞു, അങ്ങ് ദയവായി അകത്തേക്ക് പോകരുത്. When this king Uzziah heard about this Azariah, this priest, ഈ പുരോഹിതന്റെ വാക്കുകൾ രാജാവ് കേട്ടപ്പോൾ he became furious. വളരെ അദ്ദേഹം കോപിച്ചു നമുക്ക് കാണാൻ സാധിക്കും. And he told, I am king of this country. രാജാവ് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്. How can I not go? എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ? I will go. ഞാൻ പോകും. Then he did not listen anyone. മറ്റാരെയും അദ്ദേഹം ഗൗരവിച്ചില്ല. And see, when he went into the temple of God, താൻ ആ ദൈവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ the Lord struck him. ദൈവം അദ്ദേഹത്തെ അടിച്ചു എന്നുള്ള വായിക്കും. He became leprosy. കുഷ്ഠരോഗിയായ അദ്ദേഹം തോന്നി. And that leprosy not 2 or 3 years. 1-2 വർഷത്തേക്കല്ല ആ രോഗം ഉണ്ടായത്. Till his death. മരണം വരെ താൻ കുഷ്ഠരോഗിയായി പാർക്കേണ്ടി വന്നു. Why? Because he was proud. കാരണം അദ്ദേഹത്തിനുണ്ടായ അഹങ്കാരം. God doesn't like proud people. ദൈവം അഹങ്കാരികളോട് എതിർക്കുന്നു. So we should be humble. നമ്മൾ വിനയമുള്ള. As you can see, the centurion life was a humble person. ഈ ശതാധിപൻ താൻ വിനയമുള്ള വ്യക്തിയാണ്. You can see many examples from the Bible. മറ്റ് പല ഉദാഹരണങ്ങളും തിരുവനന്തപുരത്ത് കാണാൻ Because പറ്റും. lack of time, I am not able to tell that. എന്നാൽ അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. And see, Lucifer and Nebuchadnezzar king, they all use the pride, they fall out. കാരണം ലൂസിഫറിന്റെയും മറ്റെല്ലാവരുടെയും ഉദാഹരണം നമ്മൾ കാണുമ്പോൾ അഹങ്കാരമാണ് അവരെ പരാജയപ്പെടുന്നത്. The fourth point is that അവസാന 4ാമത്തെ പോയിന്റ് ഞാൻ പറയട്ടെ. he was a faithful person. Centurion was a faithful person. താൻ വിശ്വസ്തനായ വ്യക്തിയാണ്. Okay, how can we understand the centurion was a faithful person? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ശതാധിപൻ വിശ്വസ്തനായിരുന്നെന്ന്? Again, we have to go back to that incident which was. ആ സംഭവത്തിലേക്ക് ഒന്നുകൂടി നമുക്ക് മടങ്ങി പോകാം. Can you tell anyone? Yes, this is not class. See, when Jesus was coming to centurion house, ഈ കർത്താവ് ഈ ശതാധിപന്റെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ and the centurion told, Lord, please don't come. Let you just to stay there and tell only one word. My servant will heal. ശതാധിപൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്റെ പുറകത്തേക്ക് വരണം, അവിടെ നിന്നാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. See, centurion had a faith. ശതാധിപൻ വിശ്വാസമുണ്ടായിരുന്നു. If Jesus will not come to his house also, his servant will heal. If Jesus will tell only one word. വിശ്വാസിയായിരുന്ന വ്യക്തി കാരണം എന്താണെന്ന് വെച്ചാല് ശതാധിപൻ അത്ര ഉറപ്പുണ്ടായിരുന്നു, യേശു എന്റെ വീടിനകത്ത് വരേണ്ട ആവശ്യമില്ല, ദൂരെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ പോലും എന്റെ ദാസൻ സൗഖ്യം വരുമെന്നുള്ള വിശ്വാസം. We should have a faith. We should keep faith in our heart. നമ്മുടെ ജീവിതത്തിൽ ആ ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ട്. Without faith, we cannot please God. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. I don't know, you yourself know your faith. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത്, മറ്റൊരാൾക്ക് അറിയത്തില്ല. Our faith is low, middle, or high. നമ്മുടെ വിശ്വാസം ഉയർന്നതാണോ താഴ്ന്നതാണോ നടുക്കാണോ എന്നൊന്നും നമുക്കറിയാം, മറ്റുള്ളവർക്ക് അറിയില്ല. You can see lack of faith in apostle life. Apostle life. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ കുറവ് നമുക്ക് ചിലർക്ക് കാണാൻ The കഴിയും. apostles, they came to Jesus and told, Lord, increase our faith. അതുകൊണ്ട് അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. You can read Luke chapter 7 verse 5. Please will read that verse. Luke chapter 17 verse 5. ലൂക്കോസ് 17:5 കൂടി നമുക്കൊന്ന് വായിക്കാം.
17 verse 5. Root. കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. Okay, thank you. So here we can see increase our faith. The apostle is telling us. അപ്പോസ്തലന്മാർ പറയുക, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചു തരണം. And see, we can see the disciple life. One father brought his son to disciple to cure about disease. ഒരു പിതാവ് തന്റെ മകനെ കൊണ്ട് ഈ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്ന സംഭവം ഉണ്ടാവില്ല. Sometimes his son jumping to fire, sometimes you are jumping to water like this. അദ്ദേഹം ഭൂതഗ്രസ്തനായിട്ട് വെള്ളത്തിലും തീയിലൊക്കെ ചാടുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നമുക്കറിയാം. But Jesus, disciple, they could not cure him. എന്നാൽ അങ്ങനെയുള്ള വ്യക്തിയെ ഈ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. Then his father, he went back to home. ഈ പിതാവ് നിരാശനായി തീർന്നു. The next day he brought to Jesus, gave to Jesus. എന്നാൽ അടുത്ത ദിവസം ഈ വ്യക്തി യേശുവിന്റെ അടുക്കിലേക്ക് ഈ പിതാവ് കൊണ്ടുവന്നു. And his father requested to Christ, Lord, please heal my son. എന്നിട്ട് ഈ പിതാവ് പറഞ്ഞു, കർത്താവേ അങ്ങ് എന്റെ മകനെ സൗഖ്യമാക്കണം. First time I brought to your disciple, but they could not do it. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഇവരെ കൊണ്ടുവന്നു, അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. Then see Jesus Christ rebuke disciple. കർത്താവ് ഈ ശിഷ്യന്മാരെ ശാസിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. How long I will be with you? Like this, Jesus rebuked to his disciple. ഞാൻ എത്ര നാൾ നിങ്ങളെ സഹിക്കുമെന്ന് ചോദിച്ച് കർത്താവ് അവരെ ശാസിക്കുന്ന നമുക്ക് Then കാണാനായിട്ട്. Jesus healed that person. ആ രോഗിയെ കർത്താവ് സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. Then slowly disciple came to Christ and told, Lord, why we could not do that? അപ്പോൾ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കർത്താവേ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല? Then Jesus said, your lack of faith, no sir. അതിന് കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് മൂലമാണ് എന്ന് നമുക്ക് കാണാൻ. So I have to increase our faith. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ട ആവശ്യമില്ല. By increasing our faith, we have to read the scripture every day. വചനം വായിച്ചാൽ ദൈവവചനത്തിൽ ഇരുന്നാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. We have to listen the word of God. ദൈവവചനം നമ്മൾ ധ്യാനിക്കണം, We have to pray every day. പ്രാർത്ഥിക്കണം. Then our faith will increase. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. Okay, my time is up. എന്റെ സമയം തീർന്നു. We saw about life of centurion, ഈ ശതാധിപന്റെ ജീവിതത്തിൽ നിന്നുള്ള 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. about his character. അദ്ദേഹത്തിന്റെ 4 സ്വഭാവങ്ങൾ നമ്മൾ കണ്ടു. 4 character we saw. 4 സ്വഭാവങ്ങൾ നമ്മൾ കണ്ടു. He was a loving person. സ്നേഹമുള്ള വ്യക്തിയായിരുന്നു He അദ്ദേഹം. was generous giver. ധാരാളമായി ഔദാര്യം കാണിക്കുന്ന വ്യക്തിയായിരുന്നു He അദ്ദേഹം. was a humble person. വിനയമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. And lastly, he was a friend. വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. God help us to obey, practice, and to say to others. നമുക്കും ദൈവവചനം വായിക്കുവാനും അത് പ്രായോഗികമാക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. May His name be glorified with this short message. Amen. ഈ സന്ദേശം ദൈവം